ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പച്ചപ്പപ്പായ കൊണ്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഞാൻ എൻ്റേതായ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല, മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതുപോലൊരു ഐറ്റം പച്ചപ്പപ്പായ കൊണ്ട് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള പച്ചപ്പപ്പായയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിത് കഷ്ണങ്ങളാക്കി മാറ്റാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഈ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് പ്രഷർ കുക്കറിലേക്ക് കഴുകിയെടുത്ത പപ്പായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവിക്കുക എന്ന് പറയുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 വിസിൽ വന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ആവിയൊക്കെ പോയി കഴിഞ്ഞാൽ പപ്പായ നല്ല പോലെ വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ പപ്പായ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് പോകാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നല്ലപോലെ ചൂട് പോയതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പപ്പായ നല്ലപോലെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 4 കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നാടൻ കോഴിമുട്ട ആയതുകൊണ്ട് വളരെ ചെറുതായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് 4 എണ്ണം എടുത്തത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വലിയ കോഴിമുട്ട ആണെങ്കിൽ 3 എണ്ണം മതി കേട്ടോ. ഇതിലേക്ക് 1/4 കപ്പ് വീതം പാൽപ്പൊടിയും പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്ക ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ നല്ല പോലെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രീം പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് നമുക്കതിലേക്ക് നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ഫ്രൈ പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പരന്നത് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോസ് പാനിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നേരം മൂടി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാം. കാണാനൊരു ഭംഗിക്കും പിന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു പോള റെഡി ആയിട്ട് കിട്ടും. കണ്ടോ, ഇതിപ്പോൾ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കുകയാണ് ഉൾഭാഗമൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കത്തി ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി തണുത്തതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇത് ചൂടോടെ തന്നെയാണ് പ്ലേറ്റിലേക്ക് മാറ്റാൻ വേണ്ടി നിന്നത്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റാണ്. അപ്പോൾ ചൂടോട് കൂടെ നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് തന്നെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. നമ്മൾ ക്യാരറ്റ് ബോളൊക്കെ ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ ആ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചാനൽ തുടങ്ങിയ ടൈമിൽ പച്ചപ്പപ്പായ കൊണ്ടൊരു ജ്യൂസിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ ആദ്യമായിട്ട് നമ്മളാണ് കേട്ടോ അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതും കുറച്ച് വെറൈറ്റി ആയിട്ട് പച്ചപ്പപ്പായ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്